നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇടം പിടിക്കാൻ അർജൻറ്റീന ഇതാ ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 സ്വിറ്റ്സർലൻഡുമായിട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിന് ലയണൽ സ്കലോനി വളരെ അപൂർവമായിട്ട് മാത്രം അദ്ദേഹം ചെയ്യാറുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, 101 മത്സരങ്ങളിൽ അർജൻറ്റീനയുടെ കോച്ചായിരുന്നിട്ടുള്ള ലയണൽ സ്കലോനി ആകെ 3 സമയത്തു മാത്രമാണ് കഴിഞ്ഞ കളിയിലെ ലൈനപ്പ് അതുപോലെ ആവർത്തിച്ചിട്ടുള്ളത്. വെറും 3 മത്സരങ്ങളിൽ. അപ്പോൾ അത് വീണ്ടും ഇവിടെ ആ സംഗതി ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കഴിഞ്ഞ കളിയിൽ ഈജിപ്തിനെതിരെ അർജൻറ്റീന ഇറങ്ങിയത് എങ്ങനെയാണോ അതേ 11 കൊണ്ട് ഇറങ്ങാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. 1-2 ചെറിയ മാറ്റങ്ങൾക്ക് മൈന്യൂട്ടായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനുള്ള ആ ഒരു സാധ്യതയുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ് എന്ന് തന്നെയാണ് TYC സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 101 മത്സരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ 101 മത്സരങ്ങളിൽ 3 ഒക്കേഷനുകളിലാണ് സെയിം 11 കൊണ്ട് സ്കലോനി 2 കളി കളിച്ചിട്ടുള്ളത്. ഒന്ന് 2019 കോപ്പ അമേരിക്ക. അദ്ദേഹം അർജൻറ്റീനയുടെ കോച്ചായിട്ട് ഒരു 6 മാസമൊക്കെ ആകുന്ന സമയത്താണ് ആ കോപ്പ അമേരിക്ക വരുന്നത്. അന്ന് വെനിസ്വേലയ്ക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിലും ബ്രസീലിനെതിരെയുള്ള സെമി ഫൈനലിലും ഒരേ ടീമും കൊണ്ടാണ് അർജൻറ്റീന ഇറങ്ങിയത്. സെമിയിൽ ബ്രസീലിനോട് തോൽക്കുകയായിരുന്നു. പിന്നെ 2022 വേൾഡ് കപ്പ് കിരീടമൊക്കെ ചൂടിയതിന് ശേഷം പനാമക്കെതിരെയുള്ള ഫ്രണ്ട്ലിയിലും തൊട്ട് പിന്നാലെ കുറസാവോക്കെതിരെ നടന്ന ഫ്രണ്ട്ലിയിലും അദ്ദേഹം സെയിം ടീമിനെയും കൊണ്ട് ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ അദ്ദേഹം സെയിം ടീമിനെ ഇറക്കുന്നത് കാണുന്നത് 2024 കോപ്പ അമേരിക്കയിലാണ്. സെമി ഫൈനലിൽ കാനഡയ്ക്കെതിരെയും ഫൈനലിൽ കൊളംബിയക്കെതിരെയും സെയിം ടീമിനെ അദ്ദേഹം ഇറക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ അതേ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം പോയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അർജൻറ്റീനയുടെ ഒരു 11 എമി മാർട്ടിനസ് ഗോൾ കീപ്പറായിട്ട്, മോളിന, ക്യൂട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, അതുപോലെ ടാഗ്ലിയഫിക്കോ എന്നിവർ ഡിഫൻസിൽ, ദീബോളും പരേഡസും എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്ററും മധ്യനിരയിൽ, മെസ്സിയും ഹുലിൻ അൽവാരസും ഗോളടിക്കാൻ മുന്നേറ്റ നിരയിലും. ഇനി ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഫോമിലേക്ക് അങ്ങ് എത്താത്ത താരങ്ങൾ, പ്രത്യേകിച്ച് മോളിനയുടെ കാര്യം. മോളിനയ്ക്ക് പകരം ഒരു പക്ഷേ മൊണ്ടീലിനെ കൂടി പരിഗണിച്ചേക്കാം. ഹുലിൻ അൽവാരസിന് പകരം ലൗതോറോയെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ചെറിയ സാധ്യതകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് കൂടുതലൊരു വ്യക്തത നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ലഭിക്കും. സ്കലോനിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.